അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മങ്കൂസ് മൗലിദ് വിശദീകരണം ഭാഗം 3. വഅഖ്റജഹു ഫീ ആഖിരിസ് സമാനി കമാ ഖദ്ദറ വഅബ്ദാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആലമുൽ അർവാഹിൽ നിന്ന് ആലമുൽ അജ്സാദിലേക്ക് ഇറക്കിയത് ആത്മീയ ലോകത്തു നിന്ന് ശാരീരിക ലോകത്തേക്ക് അല്ലാഹു അയച്ചത് ഖിയാമത്ത് നാളിനോടടുത്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ പ്രകാശമാണ് അല്ലാഹു തആല ആദ്യമായിട്ട് പടച്ചത്. ആ പ്രകാശം ആദ്യം പടച്ചിട്ടുണ്ടെങ്കിലും ശാരീരികമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് ഖിയാമത്ത് നാളിനോടടുത്താണ്. റസൂലുള്ളാഹി തങ്ങളെ ഹദീസിൽ കാണാം, ബുഇസ്തു അന വസ്സാഅതു കഹാദിഹി മിൻ ഹാദിഹി. അവിടുത്തെ ചൂണ്ടുവിരലും നടുവിരലും അടുപ്പിച്ച് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാനും ഖിയാമത്ത് നാളും ഈ രണ്ട് വിരലുകൾ പോലെ അത്രയും അടുത്താണ്, വലിയ ദൂരം ഇല്ല എന്ന്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഫി ആഖിരിസ് സമാൻ, അവസാന കാലത്തിലാണ് റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു പുറപ്പെടുവിച്ചത്. കമാ ഖദ്ദറ വഅബ്ദാ, അല്ലാഹുവിന്റെ മുൻ തീരുമാനപ്രകാരവും മലക്കുകൾക്കും മുൻകാല സമൂഹത്തിനും അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുത്തത് പ്രകാരവും. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് അല്ലാഹു തആല മുൻ അമ്പിയാക്കൾക്കും അവരുടെ സമുദായങ്ങൾക്കും നേരത്തെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ തുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും ലതുമിനുന്ന ബിഹി വലതൻസുറുന്നഹു. മുൻകാല അമ്പിയാക്കളോട് അല്ലാഹു തആല കരാർ വാങ്ങി. എന്താണ്? അവരുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നാൽ ആ നബിയെ കൊണ്ട് അവർ വിശ്വസിക്കുകയും ആ നബിയെ അവർ സഹായിക്കുകയും ചെയ്യണം എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ അമ്പിയാക്കളും അവരുടെ സമുദായത്തിന് റസൂലുള്ളാഹി തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, സന്തോഷവാർത്ത നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുസ്രി തങ്ങൾ പറയുന്നതായി കാണാം, മാമല്ലത് ഫദ്റത്തുൻ മിനർ റൂസുലി ഇല്ലാ ബശറത് ഖൗമഹാ ബികൽ അംബിയാ. ഒരു അമ്പിയാക്കളും തന്നെ അവരുടെ സമൂഹത്തിന് നബിയെ തങ്ങളെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാതെ കഴിഞ്ഞു പോയിട്ടില്ല എന്ന്. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ തുടരുന്നു, വഅൽബസഹു ഖിൽഅതൽ ജമാലില്ലതി ലം യുൽബിസ്ഹാ അഹദാ. മറ്റൊരാൾക്കും അല്ലാഹു തആല ധരിപ്പിക്കാത്ത ഭംഗിയുടെ വസ്ത്രം റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല ധരിപ്പിച്ചു. ഫഉലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദാ. ചന്ദ്രനും നക്ഷത്രങ്ങളും ലജ്ജിക്കുന്ന രൂപത്തിലുള്ള ഭംഗിയുള്ള മുഖ കമലവുമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. റസൂലുള്ളാഹി തങ്ങള് ഉള്ളും പുറവും വലിയ ഭംഗിയുള്ള ആളായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭംഗി പോലെ മറ്റൊരാൾക്കും തന്നെ അല്ലാഹു തആല ഭംഗി നൽകിയിട്ടില്ല. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൽ ഹിയാൻ ഫജഅൽതു അൻദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലൽ ഖമർ. നല്ല നിലാവുള്ള രാത്രിയിൽ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. അവിടുന്ന് ചുവന്ന ഒരു ജോഡി വസ്ത്രം ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്കും ചന്ദ്രനിലേക്കും ഞാൻ നോക്കിയപ്പോ ചന്ദ്രനേക്കാളും ഭംഗി റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തിനായിരുന്നു എന്ന് മഹാനായ ബറാ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. അവിടത്തോട് ഒരു സ്വഹാബി ചോദിച്ചു, അകാന വജ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഥല സൈഫ്. റസൂലുള്ളാഹി തങ്ങളുടെ മുഖം അത് പ്രകാശത്തിന്റെ വിഷയത്തിൽ വാള് പോലെയായിരുന്നു. ഖാല ലാ ബൽ മിഥലൽ ഖമർ, ചന്ദ്രനെ പോലെയായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ തോൽക്കുന്ന, ചന്ദ്രൻ നാണിക്കുന്ന നിലക്കുള്ള ഭംഗി, നക്ഷത്രങ്ങൾ ലജ്ജിക്കുന്ന രൂപത്തിലുള്ള ഭംഗിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവിടുന്ന് ചന്ദ്രനെ പോലെയാണ്, സൂര്യനെ പോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ
പറയുമ്പോൾ അത് വെറും ആപേക്ഷികമാണ്, ഒരു ഉദാഹരണം പറയൽ മാത്രമാണ്. സാധാരണ കവികൾ ചെയ്യുന്ന ഒരു പതിവനുസരിച്ച് അവർ ഉപമിക്കുന്നു എന്ന് മാത്രം, ചന്ദ്രനോടും സൂര്യനോടും ഉപമിക്കുന്നു എന്ന് മാത്രം. അതേസമയത്ത് റസൂലുള്ളാഹി തങ്ങൾ എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതനാണ്, എല്ലാ വിഷയത്തിലും ഉന്നതനാണ്. അവിടുത്തെ ഒന്നിനോടും തന്നെ ശരിയായ രൂപത്തിൽ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? എല്ലാ പ്രകാശവും റസൂലുള്ളാഹി തങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ആ ഒരു നൂറ്, അവിടുത്തെ മുഖത്തിന്റെ മുഖകമലം അത് ഒരിക്കലും തന്നെ ഒഴിവായി പോകുന്നതല്ല. അതേസമയത്ത് ചന്ദ്രൻ അത് സൂര്യനിൽ നിന്നും ലഭിച്ച പ്രകാശമാണ്. ചില സമയങ്ങളിൽ അത് കുറയും, ചിലപ്പോൾ മങ്ങിപ്പോകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം ഖലീൽ അൽ മിസ്രി തങ്ങൾ പറഞ്ഞു, ബദ്റുൻ വലാകിൻ ഖദ അലാ ശഅ്നുഹു അമ്മാ യശീനുൽ ബദ്റ മിൻ നുസ്സാനി. റസൂലുള്ളാഹി തങ്ങൾ ചന്ദ്രനാണ്, അത് ചന്ദ്രനേക്കാളും റസൂലുള്ളാഹി തങ്ങൾ ഉന്നതനാണ്. കാരണം ചന്ദ്രന് പലപ്പോഴും കുറവ് സംഭവിക്കും, അത് കുറഞ്ഞു വരും. റസൂലുള്ളാഹി തങ്ങളുടെ പ്രകാശം ഒരിക്കലും തന്നെ കുറയില്ല. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് വലിയ ഭംഗിയാണ് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരിക്കലും നിഴൽ ഉണ്ടാവുകയില്ല എന്നാണ്. റസൂലുള്ളാഹി തങ്ങൾ പ്രകാശമായതുകൊണ്ട് ഒരിക്കലും നിഴൽ ഉണ്ടാവുകയില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തി, നമ്മുടെ ഈമാൻ പരിപൂർണമാകണമെങ്കിൽ എല്ലാവരും മനസ്സിൽ വിശ്വസിക്കണം. എന്ത്? ലം യജ്തമിയ ഫീ അഹദിൻ മിനൽ മഹാസിനിൽ ളാഹിറ വൽ ബാത്തിന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മേളിച്ചിട്ടുള്ള, ഉൾക്കൊണ്ടിട്ടുള്ള ഗുണങ്ങളെ പോലെ മറ്റൊരാളിലും അല്ലാഹു തആല ഗുണങ്ങൾ സന്നിവേശിപ്പിച്ചിട്ടില്ല എന്ന് ഓരോരുത്തരും വിശ്വസിക്കൽ അത് ഈമാനിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിനാണ് വലിയ ഭംഗി എന്നാണ്. ആ യൂസുഫ് നബിയേക്കാൾ അവിടത്തേക്ക് പകുതി ഭംഗിയാണ് അള്ളാഹു നൽകിയിട്ടുള്ളതെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഭംഗി നൽകപ്പെട്ടയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫവുലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദ. ചന്ദ്രനെയും നക്ഷത്രങ്ങളും നാണിപ്പിക്കുമാറുള്ള മുഖം, മുഖഭംഗി അള്ളാഹുവിന്റെ റസൂലിന് നൽകപ്പെട്ടു. മറ്റൊരാൾക്കും അള്ളാഹു ധരിപ്പിക്കാത്ത ഭംഗിയുടെ വസ്ത്രം റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു തആല ധരിപ്പിച്ചു. അവിടുത്തെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.